എല്ലാവർക്കും നമസ്കാരം. ലേഖ സ്വീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചീസി എഗ് സാൻഡ്വിച്ച്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാറുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്കിനി നമ്മുടെ റെസിപ്പി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ബ്രെഡിൻ്റെ ഈ മിഡിൽ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെങ്കിൽ മാറ്റണം. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ. ഞാൻ 2 പീസും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 1/4 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. 3 ടൈപ്പ് ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, യെല്ലോ, റെഡ്, ഗ്രീന്. അത് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ 1/3 ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 3 മുട്ട, മൊസറല്ല ചീസ്, ആവശ്യത്തിന് ഉപ്പ്. വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ മുട്ട പൊട്ടിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മുടെ സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്യാൻ. ഇനി ഇതിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരുന്ന പോർഷൻ എടുത്ത് വെച്ച് കൊടുക്കാം. ആ ബ്രെഡ് ഒന്ന് ചൂടായിട്ട് വേണം നമുക്കിതിനകത്തേക്ക് ഫില്ലിങ്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് ഒഴിച്ചു കൊടുക്കാം. അല്പം മുകളിലേക്ക് മൊസറല്ല ചീസ് നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ആ കട്ട് ചെയ്ത ബാക്കി പോർഷൻ ഇല്ലേ, അത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. 2 സാൻഡ്വിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചീസി എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കി നോക്കാൻ. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ആയാലും മതി. അതേപോലെ തന്നെ മൊസറല്ല ചീസ് ഇല്ലാന്നുണ്ടെങ്കിൽ മയണൈസ് ആയാലും മതി. ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.